ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാർമക്കോണ. ഇപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിനെ കുറിച്ചാണ്. നോർമലി ഉണ്ടാകുന്ന തലവേദനയ്ക്കും അതുപോലെ എന്തെങ്കിലും കടിച്ച് ഇറിറ്റേഷനായി ഇൻഫ്ലമേഷനൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോഴോ അവർ നമുക്ക് തരുന്ന ഡ്രഗ്സ് പൊതുവെ നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആയിരിക്കും. അപ്പോൾ നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ദീസ് ആർ ദ ഡ്രഗ്സ് വിത്ത് അനാൽജസിക് ആൻഡ് ആൻറ്റിപൈററ്റിക് എഫക്റ്റ് ആൻഡ് വിച്ച് ഹാവ് ഇൻ ഹയർ ഡോസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ്. അതായത് വേദന സംഹാരിയും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനും, അതാണ് ആൻറ്റിപൈററ്റിക് എഫക്റ്റ്. അപ്പോൾ അനാൽജസിക് എഫക്റ്റും അതുപോലെ ആൻറ്റിപൈററ്റിക് എഫക്റ്റും ഉള്ള ഡ്രഗ്സാണ്. ഹയർ ഡോസിൽ അവ എന്ത് പ്രോപ്പർട്ടിയും കാണിക്കുന്നുണ്ട്? ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെക്കാനിസം ഓഫ് ആക്ഷൻ. എങ്ങനെയാണ് നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. They act primarily by inhibiting COX enzyme, which simply leads to decreased production of prostaglandin. As a result, non-steroidal anti-inflammatory drugs produce anti-inflammatory, antipyretic and analgesic effect. അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്? They act by inhibiting COX enzyme. എന്താണ് COX enzyme എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷനോ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു എൻസൈം റിലീസ് ചെയ്യും. ആ എൻസൈമിൻ്റെ പേരാണ് ഫോസ്ഫോലിപ്പേസ് A2. ഫോസ്ഫോലിപ്പേസ് A2 എന്ന് പറഞ്ഞ എൻസൈം നമ്മുടെ ആ സെല്ലിലെ ഫോസ്ഫോലിപ്പിഡ്സിനെ അരക്കിഡോണിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മുടെ സെൽ മെംബ്രെയിനിലുള്ള ഫോസ്ഫോലിപ്പിഡ്സിനെ അരക്കിഡോണിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ അരക്കിഡോണിക് ആസിഡ് എന്ന് പറയുന്നത് രണ്ട് എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റ്സ് ആണ്. അതായത് രണ്ട് എൻസൈംസ് ഉണ്ടാക്കാൻ ആര് വേണം? അരക്കിഡോണിക് ആസിഡ് വേണം. അപ്പോൾ അരക്കിഡോണിക് ആസിഡ് സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള രണ്ട് എൻസൈംസിൻ്റെ പേരാണ് സൈക്ലോ ഓക്സിജനേസും 5-ലിപ്പോക്സിജനേസും. സൈക്ലോ ഓക്സിജനേസിനെയാണ് നമ്മൾ കോക്സ് എന്ന് പറയുന്നത്. 5-ലിപ്പോക്സിജനേസിനെ 5-ലോക്സ് എന്നും പറയുന്നു. കോക്സ് എൻസൈം എക്സിബിറ്റ് ഇൻ 2 ഫോം, COX-1 ആൻഡ് COX-2. ഇപ്പോൾ കോക്സ് എൻസൈം COX-1 ആയിട്ടും COX-2 ആയിട്ടും പ്രസൻ്റ് ആണ്. അതിൽ COX-1 നമ്മുടെ ബോഡി ത്രൂ ഔട്ട് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ത്രോംബോക്സിൻ ആൻഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഈ ത്രോംബോക്സിൻ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്ന വസ്തുക്കൾ നമ്മുടെ നോർമൽ ബോഡി ഫങ്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നവയാണ്. ഏതൊക്കെ നോർമൽ ബോഡി ഫങ്ഷൻസ്? സെക്രീഷൻ ഓഫ് പ്രൊട്ടക്റ്റീവ് ഗ്യാസ്ട്രിക് മ്യൂക്കസ്, പിന്നെ റെഗുലേഷൻ ഓഫ് ഗ്യാസ്ട്രിക് ആസിഡ്, പ്രൊമോഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ആൻഡ് ദ മെയിൻ്റനൻസ് ഓഫ് റീനൽ ബ്ലഡ് ഫ്ലോ. അപ്പോൾ ഈ വക നോർമൽ ബോഡി ഫങ്ഷൻസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നവയാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസും ത്രോംബോക്സിനും. പ്രോസ്റ്റാഗ്ലാൻഡിനും ത്രോംബോക്സിനും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആരുടെ സഹായം വേണം? COX-1 എൻസൈമിൻ്റെ സഹായം വേണം. അപ്പോൾ നെക്സ്റ്റ് COX-2 ആണ്. COX-2 പൊതുവെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന സൈറ്റുകളിലാണ്. പൊതുവെ COX-2 വഴി ഡിറൈവ് ചെയ്യുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസ് മീഡിയേറ്റ് ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ, പെയിൻ ആൻഡ് ഫീവറിനെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കോക്സ് എൻസൈം എന്താണെന്ന് മനസ്സിലായി കാണും. സൈക്ലോ ഓക്സിജനൈസ് എൻസൈമിനെയാണ് കോക്സ് എൻസൈം എന്ന് പറയുന്നത്. കോക്സ് എൻസൈം 2 ടൈപ്പ് ഉണ്ട്, COX-1 ഉണ്ട്, COX-2 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഡ്രഗ്സ് നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്താ ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത് ഈ കോക്സ് എൻസൈമിനെ, അതായത് COX-1നെയും COX-2നെയും ഇൻഹിബിറ്റ് ചെയ്യുന്നു. അത് പൊതുവെ കോക്സ് എൻസൈംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോക്സ് എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്താണ് ഈ ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്. ഈ കോക്സ് എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പ്രൊഡക്ഷൻ ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിനും അതുപോലെ തന്നെ ത്രോംബോക്സൈനും കുറയും. അങ്ങനെ നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റിപൈററ്റിക്, അനാൽജസിക് എഫക്ട്സ് കിട്ടുന്നു. കൂടാതെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനും ഇവ കുറയ്ക്കുന്നു. അത് അഡ്വേഴ്സ് എഫക്ട്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ. ബേസ്ഡ് ഓൺ ദ സെലക്ടിവിറ്റി ഫോർ കോക്സ് എൻസൈം, NSAIDs can be divided into 3 broad categories. അപ്പോൾ സെലക്ടിവിറ്റി അനുസരിച്ച് ഇതിനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സെലക്റ്റീവ് COX-1 ഇൻഹിബിറ്റേഴ്സ്, നോൺ സെലക്റ്റീവ് കോക്സ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റർ. സെലക്റ്റീവ് COX-1 ഇൻഹിബിറ്റേഴ്സ് പൊതുവെ എന്താ ചെയ്യുക? COX-1 എൻസൈമിനെ മാത്രം ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അവയുടെ എക്സാമ്പിളാണ് കീറ്റോറലാക്, കീറ്റോപ്രോഫൻ, ഇൻഡോമെത്താസിൻ, ലോ ഡോസ് ആസ്പിരിൻ. നോൺ സെലക്റ്റീവ് കോക്സ് ഇൻഹിബിറ്ററിൽ നോക്കുവാണെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നാപ്രോക്സൻ, ഐബുപ്രോഫൻ, പൈറോക്സിക്കാം, ഡൈഫ്ലൂണിസെൽ. സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റേഴ്സിൽ നോക്കുമ്പോൾ മെലോക്സിക്കാം, ഡൈക്ലോഫനാക്, സെലികോക്സിബ് ആൻഡ് എറ്റോഡാലാക്. ലാസ്റ്റ് ടോപ്പിക് ഈസ് അഡ്വേഴ്സ് എഫക്റ്റ്. അപ്പോൾ നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്താണെന്നും അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനും പിന്നെ കോക്സ് എൻസൈം എന്താണെന്നും ക്ലാസിഫിക്കേഷൻ ഓഫ് ദീസ് ഡ്രഗ്സും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അഡ്വേഴ്സ് എഫക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. ഓക്കെ, അഡ്വേഴ്സ് എഫക്ട്സ് വെറും 4 പോയിന്റേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ്: ദി ലീഡ് ടു
gastrointestinal bleeding and peptic ulcer. Second one is the antiplatelet effect. Thromboxane A2 promote aggregation of platelet. So decrease in its formation result in antiplatelet effect. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ത്രോംബോക്സിൻ A2-ൻ്റെയും പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെയും ഒക്കെ പ്രൊഡക്ഷനെ സഹായിക്കുന്ന വസ്തുവാണ് COX-1 എൻസൈം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ COX-1 എൻസൈം ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രോസ്റ്റാഗ്ലാൻഡിനും അതുപോലെ ത്രോംബോക്സിനും കുറയുകയാണ് അല്ലേ. അപ്പോൾ ത്രോംബോക്സിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൻറ്റിപ്ലേറ്റ്ലെറ്റ് എഫക്റ്റ് സംഭവിക്കുന്നു. Antiplatelet effect increases the risk of bleeding. This effect is particularly seen with the use of aspirin. പൊതുവേ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ആസ്പിരിൻ. ആസ്പിരിൻ എന്ന് പറയുന്നത് നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിൽ വരുന്ന ഒരു ഡ്രഗും കൂടിയാണ്. അപ്പോൾ പൊതുവേ ആസ്പിരിൻ ആണ് മെയിനായിട്ട് ഈ ഒരു ആക്ഷൻ കൂടുതലും കാണിക്കുന്നത്. Third point is they reduce the production of renal prostaglandin. They also may increase the risk of kidney injury in susceptible patients. അപ്പോൾ ചില പേഷ്യൻസിൽ സസെപ്റ്റബിൾ ആയിട്ടുള്ള പേഷ്യൻസിൽ കിഡ്നി ഇഞ്ചുറിക്ക് വരെ കാരണമാകാം. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദേ ഓൾസോ കോസ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ ആൻഡ് സ്ട്രോക്ക്. ഇതിന് കാരണം COX-2 എൻസൈം നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ വാസോ ഡയലേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. അപ്പോൾ COX-2 എൻസൈം ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ വാസോ ഡയലേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ്, അതായത് വാസോ കൺസ്ട്രക്ഷൻ സംഭവിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതിന് വേറൊരു ആൻറ്റിപ്ലേറ്റ്ലെറ്റ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ സംഭവിക്കും. അപ്പോൾ ഈ രണ്ട് എഫക്റ്റ് കാരണം, അതായത് വാസോ കൺസ്ട്രക്ഷനും പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനും കാരണം മയോകാർഡിയൽ ഇൻഫെക്ഷനും സ്ട്രോക്കിലോട്ടും ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് അഡ്വേഴ്സ് എഫക്ട്സ്. അപ്പോൾ ദീസ് ഓൾ അബൌട്ട് നോൺ സ്റ്റെറോയിഡൽ ആൻഡ് ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.